പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെയുള്ള ആൺകുട്ടികൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, പെൺകുട്ടികളൊക്കെ. പക്ഷെ അപ്പൊ അതുകൊണ്ട് പുറത്തു നിന്നുള്ള അവരുടെ ഇതിൽ പെട്ട കാസ്റ്റിൽ പെട്ട ആളുകൾ വന്ന് അവിടുന്ന് ഗേൾസിനെ കല്യാണം കഴിച്ചിട്ട് പോകുന്നു. ആ സമയത്ത് അവിടെ ചെന്ന് ഇത് കന്നഡ പടത്തിന്റെ മൊത്തം വർക്ക് കൂർഗിലായിരുന്നു. അപ്പോൾ അവിടെ ഗേൾസ് എല്ലാവരും സിന്ദൂരം നെറുകയിൽ തൊടും. അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഈ ചെറിയ പെൺകുട്ടികളൊക്കെ കോളേജിൽ പോകുന്ന പെൺപിള്ളേരെല്ലാം ഈ കുങ്കുമം ചാർത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ നേരത്തെ കല്യാണം ചെയ്ത് വിടുമായിരിക്കും, എന്താ ചെറിയ കുട്ടികളൊക്കെ അവർ ഇങ്ങനെ നടന്നു. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് അത് അവരുടെ സിസ്റ്റർ ആണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഷൂട്ടിങ് തീർന്നവിടെ വരെ ഞാൻ ചെയ്യുന്നത് അതൊരു രസമായിരുന്നു അത്. ഓക്കെ, ഭാമയുടെ ഇനി മനസ്സിലൊരു ഡ്രീംസ് എന്താണ്? സ്വാഭാവികമായിട്ട് ഒരു അഭിനേത്രിയാകുമ്പോൾ ഇപ്പൊ ഒരുപാട് അതിനെക്കുറിച്ചായിരിക്കുമല്ലോ ചിന്തകൾ മുഴുവൻ, അല്ലെ? ഇന്ന കഥാപാത്രം, ഇന്ന ആൾ ചെയ്തതുപോലൊരു കഥാപാത്രം, അങ്ങനെ ഒരുപാട് ഉണ്ടാവും മനസ്സിൽ. അങ്ങനെ ഇപ്പോൾ ഉള്ള മനസ്സിലുള്ള ഡ്രീം റോൾസ് ഏതൊക്കെയാണ്? എനിക്ക് ഒരു സ്ത്രീയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ വ്യത്യസ്ത തരക്കാരായിട്ടുള്ള ഒരുപാടധികം സ്ത്രീകളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതെല്ലാം ചിലപ്പോൾ ഒരു അത്യാഗ്രഹമായിരിക്കാം. അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും കിട്ടിയിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹിക്കും. പിന്നെ ഇതൊക്കെ ഒരു ആഗ്രഹിക്കാൻ ഒരു പരിധി മാത്രമേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഒരു ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് അങ്ങനെ വരുള്ളൂ. സാധാരണ ഭാമയുടെ ഒരു ചെറിയ ജീവിതത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? എങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയാവുന്നത് ഭാമയ്ക്ക് എന്താണ്? ഏറ്റവും വലിയ നഷ്ടം ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓർക്കാൻ പറ്റിയ ഒരു കുറച്ച് ജീവിതത്തിലുണ്ട്. പിന്നെ നമ്മൾ പ്രിയപ്പെട്ടവർ പോകുമ്പോഴായിരിക്കും അല്ലേ ഏറ്റവും വലിയ ഒരു നഷ്ടം ഉണ്ടാവുക. ആ ഒരു അർത്ഥത്തിൽ എൻ്റെ അച്ഛൻ പോയതും അതുപോലെ എൻ്റെ ഗുരുനാഥൻ പോയതും എൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ്. നഷ്ടങ്ങളൊന്നല്ല, നഷ്ടമാണ്. പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചുള്ള പുതിയ പ്രോജക്ട്സ് ഇപ്പം നീലാംബരി കഴിഞ്ഞു, ഇപ്പം റിലീസാവുന്നു. പിന്നെ കൂട്ടുകാർ, അതാണ് പുതിയ പടം. എനിക്ക് തോന്നുന്നു നിവേദ്യത്തിന് ശേഷം ഞാനും വിനുവും ചെയ്യാൻ പോകുന്ന ഒരു ഹീറോയിനായിട്ട് ചെയ്യുന്ന പടമാണെന്ന് തോന്നുന്നു ഇതിൽ. പിന്നെ സകുടുംബം ശ്യാമള, നമ്മുടെ ഇവർവായുധരാളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കൃഷ്ണ പൂജപ്പുര, അദ്ദേഹമാണ് സ്ക്രിപ്റ്റ്. അതിൽ കുഞ്ചാക്കോ ബോബൻ, ഉർവശി ചേച്ചി ഇവരോടൊപ്പം ഇവരോടൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല ക്യാരക്ടറാണ് രണ്ട് ചിത്രങ്ങളിലും, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിൽ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഈ 2 ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് ഒരു കന്നഡ പടം കൂടി ജൂണിൽ കമ്മിറ്റഡായി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ പറഞ്ഞു, പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഭാമ ഒരു പാട്ട് കൂടി പാടാം. നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ, നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ, പ്രണയാർദ്രമാം നിന്റെ മിഴി വന്നു ഹൃദയത്തിൽ ഒരു പാതി മെല്ലെ പറന്നു പോയി, പലതും പറഞ്ഞൊന്നകന്നു പോയി, നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ, നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. ശരിക്കും ഒരു നിശാപുഷ്പമോ നിലാവൊക്കെ മനസ്സിൽ തൊടുന്നൊരു ഫീലിംഗ് നമുക്കുണ്ട് എന്തായാലും ഇത് കേൾക്കുമ്പോൾ. അപ്പൊ എന്തായാലും ഭാമ വിചാരിക്കുന്ന പോലെ എല്ലാം വളരെ നല്ലതായിരിക്കട്ടെ ഈ അടുത്ത വർഷം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവിധ നന്മകളും ഭാമയ്ക്ക് വേണ്ടി നേരുന്നു. താങ്ക് യു ചേച്ചി. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരിക്കട്ടെ. എല്ലാവരുമായിട്ടും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒരുപാട് ആളുകളുമായിട്ട് എൻജോയ് ചെയ്ത് കൃഷ്ണനെയൊക്കെ ഒരുക്കി അടിപൊളിയാക്കി നല്ലൊരു വിഷുവും അതുപോലെ തന്നെ നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു വിഷുക്കാലം കൂടി കടന്നു പോവുകയാണ്. ഓരോ ആഘോഷവും ബാക്കി വെക്കുന്നത് സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ ഒത്തുചേരലുകളുടെയും ഓർമ്മകളാണ്. മാത്രമല്ല ഒരു പുതിയ ആഘോഷത്തിലേക്കുള്ള കാത്തിരിപ്പ്. എന്തായാലും വനിതയുടെ വിഷു ആഘോഷം യുവനായിക ഭാമയോടൊപ്പമായിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വനിത ഇഷ്ടമായി എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും കത്തുകൾ അയയ്ക്കുക. വിലാസം അറിയാമല്ലോ. പ്രൊഡ്യൂസർ
വനിത